അപ്പോൾ എനിക്ക് ഈ റോഡിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഫോണൊന്നും വർക്കാവുന്നില്ല, റേഞ്ച് ഒന്നുമില്ല. BSNL മാത്രം ചെറിയ നെറ്റ്വർക്ക് ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ലാൻഡ് സ്ലൈഡ് ഫേസ് ചെയ്തത് ഞാൻ ഈ യാത്രയിലായിരുന്നു. ഇങ്ങനെ 1-2 കല്ലുകൾ വീഴുന്നുണ്ട്. നമ്മൾ അതിനിടയ്ക്കുള്ള വണ്ടി ഓടിച്ചങ്ങ് പോയി ക്രോസ് ചെയ്ത് നമ്മൾ പോയി ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്നപ്പോഴത്തേക്ക് ഈ പുറവശം മൊത്തത്തിൽ ഇടിഞ്ഞെങ്കിൽ വീണു. അവിടെ ഈ ആട്ടിടയന്മാരും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ താമസിക്കുന്ന ഭയങ്കര എന്താ പറയുന്നത്, ഒരു മനുഷ്യനും അത്ര പുറം ലോകമായിട്ട് അധികം ബന്ധമൊന്നും ഇല്ലാത്തൊരു ചെറിയ വില്ലേജ്. അവിടെ ചെന്നപ്പോഴാണ് ഒടുക്കത്തെ ചൂട്. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ചൂട് സഹിക്കാൻ വേദം. അവിടെ ചെന്നിരുന്നപ്പം അവിടെ വെച്ച് എലി കടിച്ച് കാലയിൽ. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുക, ഭയങ്കരമായിട്ട് ബ്ലഡ് വരുന്നു. അപ്പോൾ തല ചുറ്റുന്നു. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആളെന്നോട് പറഞ്ഞു, നമുക്ക് ജമ്മുവിലോട്ട് പോവാം, ഞാനും വരുന്നു നിൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ റൂട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒന്നേ നമുക്ക് പത്താംകോട്ട് വന്നിട്ട് പോവാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ സച്ച് പാസ് എന്ന് പറഞ്ഞൊരു പാസ്സുണ്ട്, ആ പാസ് വഴി നമുക്ക് പോകാൻ പറ്റും. അപ്പം ഞാൻ ഇവനെ എൻ്റെ വണ്ടിയുടെ പുറയിൽ സീറ്റൊക്കെ ഒതുക്കി ഇവനെ ഇരുത്തിയിട്ട് അവിടുന്ന് സച്ച് പാസ് വഴി ജമ്മുവിലോട്ട് പോകാനുള്ള തീരുമാനമായി. അപ്പോൾ എനിക്ക് ഈ റോഡിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ പോകുമ്പോൾ വഴി മൊത്തം എന്ന് പറഞ്ഞാൽ 160-140 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. സച്ച് പാസ് വഴി കില്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. പിന്നെ കില്ലുവാർ വഴി ക്രിസ്തുവാറിൽ നിന്ന് ജമ്മു. ഇതാണ് നമ്മുടെ റൂട്ട്. അപ്പോൾ ഈ ഫോണൊന്നും വർക്കാവുന്നില്ല, റേഞ്ച് ഒന്നുമില്ല. BSNL മാത്രം ചെറിയ നെറ്റ്വർക്ക് ഉണ്ട്. ഓഫ്ലൈൻ മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. നമ്മളവിടെ നേരെ കില്ലാർ എഴുതും, സച്ച് പാസ് കയറി. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് പാസിൻ്റെ എക്സ്പീരിയൻസും കൂടെ ആയിരുന്നു സച്ച് പാസ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ ഓക്സിജൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് റൈഡേഴ്സിനെയൊക്കെ പരിചയപ്പെടുന്നു. അവർ ഉത്തരാഖണ്ഡിൽ നിന്ന് വന്നവരാണ്. അപ്പം അവരെ പരിചയപ്പെടുന്നു, അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഞങ്ങൾ കില്ലാർ ചെല്ലുന്നു. കില്ലാറിൽ നിന്ന് ക്രിസ്തുവാർ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ നെറ്റ്വർക്ക് കംപ്ലീറ്റ് ആയിട്ട്, ഫോണിൻ്റെ നെറ്റ്വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കട്ടായി. ജമ്മു ബോർഡറും കൂടാണ് ഈ ക്രിസ്തുവാർ ഏരിയ. അപ്പം നെറ്റ്വർക്ക് കംപ്ലീറ്റ് കട്ടായിട്ട് നമ്മൾ ക്രിസ്തുവാറിലൊരു ചെറിയ വില്ലേജ് ഏരിയയിൽ, അവിടെ ഈ ആട്ടിടയന്മാരും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ താമസിക്കുന്ന ഭയങ്കര എന്താ പറയുന്നത്, ഒരു മനുഷ്യനും അത്ര പുറം ലോകമായിട്ട് അധികം ബന്ധമൊന്നും ഇല്ലാത്തൊരു ചെറിയ വില്ലേജ്. അവിടെ ചെല്ലുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയിലൊരു 8 മണിയൊക്കെ, ഇരുട്ടാണ്, നല്ല ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റക്കായെന്ന് മനസ്സിലായി. റൂമില്ല, ഒന്നുമില്ല. പിന്നെ ടെൻ്റ് അടിക്കാൻ നമ്മളവിടെ ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് പിള്ളേരിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ടെൻ്റ് അടിച്ചോ, കുഴപ്പമില്ല, സേഫാന്ന് പറഞ്ഞു. ടെൻ്റ് അടിച്ചു. നമ്മൾ ഒരു കടയിൽ കയറിയിട്ട് അന്ന് 50 രൂപയ്ക്ക് എന്തോ ഒരു ചെറിയ റൈസും മറ്റേ ഡാലോ എന്തോ കിട്ടി, അതും കഴിച്ചിട്ട് ആ കടയിലെ പുള്ളിയുടെ കയ്യിൽ ഫോണിൽ റേഞ്ച് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഞാൻ വീട്ടിലൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് ക്ലിയറാക്കി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ ജമ്മുവിലോട്ട് പോകുന്ന വഴിയിലോട്ട് 4 ദിവസം എടുത്തു ഈ പറഞ്ഞ 200-240 കിലോമീറ്റർ കവർ ചെയ്യാൻ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ലാൻഡ് സ്ലൈഡ് ഫേസ് ചെയ്തത് ഞാൻ ഈ യാത്രയിലായിരുന്നു. നമ്മൾ ക്രിസ്തുവാറിൽ നിന്ന് ജമ്മുവിലോട്ട് പോകുന്ന വഴിക്ക് ഒരു റോഡ് ഇങ്ങനെ 1-2 കല്ലുകൾ വീഴുന്നുണ്ട്. നമ്മൾ അതിനിടയ്ക്കുള്ള വണ്ടി ഓടിച്ചങ്ങ് പോയി ക്രോസ് ചെയ്ത് നമ്മൾ പോയി ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ചെന്നപ്പോഴത്തേക്ക് ഈ പുറവശം മൊത്തത്തിൽ ഇടിഞ്ഞെങ്കിൽ വീണ്. പുറവശം മൊത്തം ലാൻഡ് സ്ലൈഡായിട്ട് ഈ റോഡിൻ്റെ മണ്ടവശവും ഈ റോഡും ഒന്നുമില്ല, പിന്നെ മൊത്തം ഇടിഞ്ഞു വന്നു. അപ്പുറത്ത് കുറേ വണ്ടികൾ നിൽക്കുന്നുണ്ട്, ഞങ്ങൾ ഇപ്പുറത്ത് ക്രോസായി വന്നു. ജസ്റ്റ് മിസ്സാണ് അത്. ഒരു എന്താ പറയുന്നത്, ഒരു 2 മിനിറ്റ് 1 മിനിറ്റിൻ്റെ പോലും വ്യത്യാസമില്ല. നമ്മൾ ക്രോസ് ചെയ്ത് വരുന്നു, ഈ റോഡ് ഇടിഞ്ഞു പോകുന്നു. നമ്മളവിടെ ഉണ്ടായി നമ്മൾ കാര്യം തീരുമാനമായാൽ. അങ്ങനെ നമ്മളൊരു 4 ദിവസത്തെ ഈ അഡ്വഞ്ചറസ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഈ എൻ്റെ ഫ്രണ്ടും കൂടെ ജമ്മുവിൽ ചെല്ലുക. അപ്പോൾ ഈ ജമ്മുവിൽ ചെല്ലുമ്പോൾ അവൻ്റെ ഒരു സുഹൃത്ത് ബാസിത്ത് എന്ന് പറഞ്ഞ ആൾ അവിടെ ഒരു ചെറിയ മൊബൈൽ ഷോപ്പിൽ എന്തോ വർക്ക് ചെയ്യുമോ, അങ്ങനെ എന്തോ പരിപാടിയാണ് പുള്ളിക്ക്. പുള്ളിയുടെ റൂമുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പുള്ളി സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം തന്നു. അപ്പം ഫസ്റ്റ് ദിവസം അവിടെ ചെന്നു. അന്ന് ജമ്മു എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് വിചാരിച്ച് പോകുന്നത് ഭയങ്കര തണുപ്പുള്ള സ്ഥലം, മഞ്ഞ് വീഴുന്ന സ്ഥലം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനായിട്ട് നമ്മൾ ജമ്മുവിലോട്ട് വരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഒടുക്കത്തെ ചൂട്. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഫാനിട്ടിട്ടോ കുളിച്ചിട്ടോ ഒക്കെ കിടക്കുക, ഭയങ്കര ചൂട്. ആ സമയത്ത് ഞാനൊരു August-September സമയത്തായി ചെല്ലുന്നത്. ഒടുക്കത്തെ ചൂട് സഹിക്കാൻ വയ്യാതെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ പുള്ളിയുടെ റൂമിന് പുറത്ത് ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഒരു 4ാമത്തെ നിലയിലാണ് പുള്ളിയുടെ റൂം. അപ്പോൾ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ചൂട് സഹിക്കാൻ വയ്യാതെ അവിടെ ചെന്നിരുന്നപ്പം അവിടെ വെച്ച് എലി കടിച്ച് എലി കടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ അവിടുന്ന് ജമ്മു ഹോസ്പിറ്റലിൽ നോക്കിയപ്പോൾ അടുത്ത് മെഡിക്കൽ കോളേജുണ്ട്. മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴത്തേക്ക് ഈ ഡോക്ടർ അവിടുന്ന് ഒരു 7-8 ബ്ലഡ് ടെസ്റ്റ്, ഈ ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ അന്നത്തെ ഒരു ദിവസം മൊത്തം ജമ്മു മെഡിക്കൽ കോളേജിൽ. അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ വാക്സിനേഷനും എന്തോ ഒരു ചെറിയ വാക്സിനേഷൻ എടുത്തിട്ട് പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞു.
യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് വന്നു. അവിടുന്ന് വൈഷ്ണവദേവി ക്ഷേത്രത്തിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് മേളിൽ വരെ നടന്നു കയറണം. ഈ പറഞ്ഞ പോലെ ബൈക്കിലൊക്കെ പോയതിൻ്റെ കുറച്ച് ക്ഷീണവും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മേളിലോട്ട് പോയില്ല. പക്ഷേ താഴെയൊക്കെ പോയിട്ട് അമ്പലത്തിൻ്റെ അവിടെയൊക്കെ കണ്ടു. പിന്നെ കുറച്ച് അവിടുത്തെ ഒരു ജമ്മു സിറ്റിയൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അനന്തോടുന്ന് നേരെ മണാലിക്ക് പോയി. അവനവിടെ എന്തോ ഒരു ചെറിയ ഓഗസ്റ്റിൽ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു മണാലിയിൽ, അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത്. അവനവിടെ നിന്ന് തിരിച്ച് പോയി. ഞാൻ അവിടെ നിന്ന് നേരെ കാശ്മീരിലേക്ക് പോകാനുള്ള പ്ലാനുമായിട്ട് നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുത്തു. വൈകുന്നേരം രാവിലെ ഇറങ്ങി ഞാൻ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ശ്രീനഗർ എടുക്കാറ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് അവിടുത്തെ ഒരു പുലാവൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ കാശ്മീരിൽ ചെല്ലുന്നു. കാശ്മീരിൽ നിന്ന് അന്ന് വൈകുന്നേരം ഞങ്ങളൊരു പെട്രോൾ പമ്പ്, കാശ്മീർ ശ്രീനഗറിൻ്റെ എൻട്രൻസിൽ തന്നെ നമ്മൾ ഹൈവേന്ന് ശ്രീനഗറിലോട്ട് കട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട് റൈറ്റ് സൈഡിൽ. ആ പെട്രോൾ പമ്പിൽ രാത്രി ഒരു 11 മണിയൊക്കെ ആയി കാണും. അപ്പം അവരുടെ അടുത്ത് അപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി എക്സ്പീരിയൻസ് ചെയ്യാം, ആൾക്കാരോട് എങ്ങനെ ഡീൽ ചെയ്യണം, സംസാരിക്കണം, എവിടെ പോയി നമ്മൾ താമസിച്ചാൽ ഇച്ചിരി സേഫ് ആയിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ഐഡിയ കിട്ടി തുടങ്ങി. അപ്പം അവിടെ ചെന്ന് ഈ പറഞ്ഞ പെട്രോൾ പമ്പിൽ ചോദിച്ചു ഇതേപോലെ ടെൻ്റ് അടിക്കണം, എനിക്കൊന്ന് കിടന്നുറങ്ങണം. അപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ തണുപ്പാണ്, ഇവിടെ അങ്ങനെ കിടക്കും. ഞാൻ പറഞ്ഞു ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, കുഴപ്പമില്ല, ടെൻ്റുണ്ട്, സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഓക്കെ ഇവിടെ ടെൻ്റ് അടിച്ചോ, കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. കുറച്ച് വളരെ പ്രായം കുറഞ്ഞ പിള്ളേരായിരുന്നു, ഒരു 18 വയസ്സ് 19 വയസ്സൊക്കെ ഉള്ള. അപ്പം അവിടെ കിടന്നുറങ്ങി. രാവിലെ ഒരു 6:30 ആയപ്പോൾ ഇവർ തന്നെ എന്നെ ഒന്ന് വിളിച്ചുണർത്തിയിട്ട് രാവിലെ എനിക്ക് ഇവർ ചായയൊക്കെ തന്ന് ഞാൻ ആ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇവരോട്ടൊക്കെ സംസാരിച്ചിരുന്ന്. എന്നിട്ട് രാവിലെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി കാശ്മീർ ശ്രീനഗറൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഈ ബൈക്കിൽ തന്നെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് സിറ്റിക്കകത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാവയൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഒരു കബാബൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ ശ്രീനഗർ ഇങ്ങനെ കണ്ടിട്ട് ഡാൽ ലേക്കിനകത്ത് ഒന്ന് താമസിക്കണമെന്നൊരാഗ്രഹം ഇവിടുന്ന് പോകുമ്പോഴേ ഉണ്ട്. അപ്പം ഞാൻ ഈ ട്രിപ്പിൽ ഈ 34ാമത്തെ ദിവസമാണ് ഞാൻ ഈ ശ്രീനഗർ ചെല്ലുന്നത്. ഈ ശ്രീനഗർ ചെല്ലുന്നിടം വരെ ഞാൻ ഒരിടത്ത് പോലും റൂം എടുത്തിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ടെൻറ്റിലും മാത്രമാണ് താമസിച്ചിട്ടുള്ളത്. അതായത് 1 രൂപ പോലും നമ്മൾ അക്കോമഡേഷൻ വേണ്ടി ചിലവാക്കിയിട്ടില്ല. ഇപ്പോൾ ശ്രീനഗറിൽ വെച്ചിട്ട് ഞാൻ അവിടുത്തെ ഈ ഡാൽ ലേക്കിനകത്ത് ചെറിയ ചെറിയ വീടുകളുണ്ട്. അവിടെ ഈ ഐലൻഡ്സിനകത്ത് ചെറിയ ചെറിയ വീടുകളുണ്ട്. അപ്പോൾ ഒരു പുള്ളിയെ പരിചയപ്പെടുന്നു, റഫീഖ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി എന്നെ പരിചയപ്പെടുന്നു. അപ്പം പുള്ളിയെ പരിചയപ്പെട്ടിട്ട് പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതേപോലെ ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ റൂം എടുക്കാറില്ല, പക്ഷേ എനിക്ക് ഇതിനകത്ത് താമസിക്കണം ഇതുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ റൂം എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് 400 രൂപയ്ക്ക്, അന്നത്തെ സമയത്ത് 400 രൂപയ്ക്ക് പുള്ളിയുടെ ഒരു റൂം എനിക്ക് പുള്ളി അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ അത് നമ്മൾ ബോട്ടിൽ കയറി വേണം പോകാൻ പുള്ളിയുടെ അടുത്തോട്ട്, ഈ റൂമിലോട്ട്. അപ്പോൾ നമ്മളവിടെ വണ്ടി വെച്ചിട്ട് വണ്ടി ഒരിടത്ത് പുള്ളി പാർക്കിംഗ് ഇട്ട് തന്നു, ലഗേജ് ഫുൾ എടുത്തു, പുള്ളിയുടെ ബോട്ടിൽ കയറ്റി. അപ്പോൾ ഈ ബോട്ട് റൈഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഈ റൂമിലോട്ട് പോകുന്ന വഴിക്ക് ശിക്കാര വെള്ളമാണ് പുള്ളിയുടെയും, അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ പുള്ളിയുടെ റൂമിൽ ചെല്ലുന്നു. അന്നുമായിട്ട് പുള്ളിയുടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ കിടക്കുന്ന റൂമിൽ പലകയാണ് താഴെ തറവശം. ഈ തറയിലെ പലകയുടെ ഗ്യാപ്പിൽ കൂടെ നമുക്ക് വെള്ളം കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ മുകളിലാണ് നമ്മൾ ശരിക്കും നിൽക്കുന്നത്. ഇച്ചിരി ഹൈറ്റിൽ കെട്ടിയേക്കുന്ന വീടാണ്. അവിടെ നമ്മൾ താമസിക്കുന്നു. പിറ്റേന്ന് രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അന്ന് ഞാൻ ആദ്യമായിട്ട് ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ്, ശ്രീനഗറിലൊരു ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അത് കാണുന്നു. അങ്ങനെ നമ്മൾ കാശ്മീരിൽ നിന്ന് ഇറങ്ങി ലഡാക്കിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. നമ്മുടെ ഏറ്റവും വലിയ ഡ്രീമാണ് ലഡാക്ക്. അങ്ങോട്ട് നമ്മൾ കയറാൻ പോവുക. അപ്പോൾ കയറാൻ അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ പാസ് സോജില എന്ന് പറഞ്ഞ പാസ് നമ്മൾ ക്രോസ് ചെയ്യുന്നു. സോജില പാസ് വെച്ചിട്ട് 2 മലയാളികളെ, വിമലും ലിനു എന്നും പറഞ്ഞിട്ട് 2 മലയാളികളെ മീറ്റ് ചെയ്യുന്നു. അവരും ബൈക്കിലാണ്. അപ്പം അവിടെ വരെ കൂട്ടുകാരെ ആരെയും സത്യം പറയാൻ എനിക്ക് കിട്ടിയിട്ടില്ല. വേറെ വഴിയിൽ നിന്നൊന്നും ആരെയും എനിക്ക് പരിചയപ്പെടാം, എൻ്റെ കൂടെ ഫുൾ ടൈം കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ആരെയും എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ലഡാക്കിലെ ആദ്യത്തെ സോജില പാസിൽ നമ്മൾ കയറുന്നു. ആദ്യത്തെ പാസ്സാണ് സോജില പാസ് എൻ്റെ. അപ്പം ഞങ്ങൾ 2 പേരും അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾ വണ്ടി ഓടിച്ച് പോകുന്ന വഴിക്ക് ലഡാക്കിലോട്ടുള്ള എൻട്രിയിൽ നമുക്ക് കോവിഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കോവിഡ് ടെസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇപ്പം ഞാൻ ഓൾറെഡി കോവിഡ് പോസിറ്റീവായിട്ടാണ് വന്നത്. അപ്പോഴത്തേക്ക് കുറേ ദിവസമായിരുന്നു. അപ്പം 10-20 ദിവസം ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു സോജില പാസ് നമ്മൾ കയറുമ്പോൾ. അപ്പം അവിടെ ചെന്നപ്പം കോവിഡ് ചെക്ക് ചെയ്തപ്പോൾ നെഗറ്റീവായി, കോവിഡ് നെഗറ്റീവായി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹാപ്പിനെസ്സിലൊക്കെ എല്ലാവരും കൂടെ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഒരു നൈറ്റ് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ടെൻ്റ് അടിച്ചു. അപ്പോൾ ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു റഫ് ആൻഡ് ടഫായിട്ടുള്ള ഏരിയ, നമ്മൾ ഫ്ലോറൊക്കെ ഫുള്ള് പാറയൊക്കെ ആയിട്ട്. രാത്രി ഒരു നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ രാത്രി ഒരു 11 മണി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ പേരറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നമ്മൾ രാത്രി ഒരു 11 മണി 12 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അത്രയും വലിയൊരു തണുപ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല.
അപ്പം ഭയങ്കര തണുപ്പ്. അപ്പോൾ ഇവരും അപ്പുറത്ത് ടെൻറ്റിൽ കിടക്കുന്നുണ്ട്, ഇവരുടെ സൗണ്ട് എനിക്ക് കേൾക്കാം ഇവർ സംസാരിക്കുന്നത്. ഞാനും ഒറ്റയ്ക്ക് കിടക്കുകയാണ്, എനിക്കും ഒരു രീതിയിലും ഉറങ്ങാനേ പറ്റുന്നില്ല. നമ്മുടെ ദേഹമൊക്കെ ഷിവറാവുന്നു, ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മുടെ കയ്യിൽ സ്ലീപ്പിംഗ് ബാഗ് 10 ഡിഗ്രിയുടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുവരെ അത് താങ്ങത്തുള്ളൂ. അതിൽ താപ്പോട്ടത്തിൽ തണുപ്പാന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് നമ്മൾ നെറ്റ്വർക്കും വളരെ കുറവാണ്, ഇൻ്റർനെറ്റ് ഇല്ല, നമുക്ക് ഫോണൊക്കെ ചെയ്യാൻ പറ്റും. പിറ്റേന്ന് രാവിലെ നമ്മൾ ഉറങ്ങിയതില്ല അന്നത്തെ രാത്രി. ആക്ച്വലി നമുക്ക് തണുപ്പ് കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ലെന്ന് തന്നെ പറയാം. പിറ്റേന്ന് രാവിലെ നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ടെൻ്റ് അടിച്ച ഇതിന് ഓപ്പോസിറ്റ് മിലിറ്ററിയുടെ ക്യാമ്പാണ്. അപ്പോൾ ഈ മിലിറ്ററി ക്യാമ്പിൽ അവർ വന്നിട്ട് നമ്മളെ വന്ന് വിളിച്ചുണർത്തി, ഇങ്ങനെ വന്നിട്ട് തട്ടിയിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തും ഇവിടെ ടെൻ്റ് അടിച്ച് കിടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതേപോലെ ഞങ്ങൾ ബൈക്ക് ഓടിച്ച് വന്നേ, ഇവിടെ കിടക്കാൻ പറ്റത്തില്ല, മിലിറ്ററിയുടെ അണ്ടറിലുള്ള ഏരിയ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു. നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നപ്പം അവർ വന്നിട്ട് പറഞ്ഞു, വേറെ ഒന്നും വിചാരിക്കില്ല, നമുക്കിങ്ങനെ പെർമിഷൻ ഇല്ല നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളെ താമസിപ്പിക്കാം, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ പറഞ്ഞ് ബായൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ വിട്ടിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഒരു കടയെ ചവിട്ടി. അവിടെ വെച്ചാണ് നമ്മൾ അറിയുന്നത് ദ്രാസ് സെക്ടർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള, അതായത് ഹ്യൂമൻസ് ജീവിക്കുന്ന ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിൽ 2ാം സ്ഥാനമാണ്. -64 വരെ ഒരു സമയത്ത് അവിടെ പോയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കിടന്നത് മൈനസിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ പിറ്റേന്നാണ്. അപ്പം അത്രയും തണുപ്പുള്ള സ്ഥലമാണെന്നും ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അറിയാനും ഒക്കെ പിറ്റേന്നാണ് നമുക്ക് സാധിച്ചത്. രാവിലെ നമ്മൾ കടയിൽ കയറുമ്പോഴാണ് അറിയുന്നത് അവിടുത്തെ ആൾക്കാർ 6 മാസം ജോലി ചെയ്യും, ബാക്കി ഒരു 5 മാസത്തോളം അവരല്ലേ 6 മാസത്തോളം അവർ വീട്ടിനകത്ത് മാത്രം ഇരിക്കും. അവർക്ക് ഒരു രീതിയിലും ഒരു ജോലികളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ സ്ഥലത്ത്. അത്രയും മഞ്ഞ് വീണ് അവരുടെ വീടെല്ലാം മൂടി, കഴിക്കാനുള്ള ഭക്ഷണങ്ങളും എല്ലാം അവർ സേവ് ചെയ്തുകൊണ്ട് ഇവർ വീട്ടിനകത്ത് കയറിയിരിക്കും. 5-6 മാസം ഇവർക്ക് ജോലി. ഈ ടൂറിസ്റ്റുകളുടെ വരുമാനമാണ് അവരുടെ മെയിനായിട്ടുള്ളൊരു വരുമാനം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഈ ഉറക്കം ശരിയാവാഞ്ഞുകൊണ്ട് തന്നെ പിറ്റേ ദിവസം വെയിലൊക്കെ ആയി തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അവിടെ നമ്മൾ പിന്നെ പോകുന്നത് കാർഗിലിലോട്ടാണ്. കാർഗിലിൽ നമ്മളന്ന് വാർ മെമ്മോറിയലൊക്കെ കണ്ടു. അത് ഭയങ്കര നമ്മളെ കുറച്ച് നേരം അവിടെ ആസ് ആൻ ഇന്ത്യൻ നമ്മൾ ഭയങ്കര എന്താ പറയുന്നത്, അവിടെ ചെന്നിട്ട് നമ്മളങ്ങ് സ്റ്റക്കായി പോവും കുറച്ച് നേരത്തേക്ക്. കുറേ നേരം നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ഇത്രയും പേര് നമുക്ക് വേണ്ടി ജീവൻ കളഞ്ഞു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള തോട്ടൊക്കെ വരുമ്പം നമ്മൾ കുറേ നേരം അവിടെ സ്റ്റക്കാണ് നമ്മൾ ആ ഏരിയയിൽ, ഈ കാർഗിൽ എന്ന് പറഞ്ഞ വാർ മെമ്മോറിയൽ. അപ്പം അതൊക്കെ കണ്ടു. അവിടെ ഒരുപാട് കാര്യങ്ങൾ വായിക്കാനൊക്കെ ഉണ്ട്. നമ്മളതെല്ലാം കണ്ടു വായിച്ച്. അപ്പോൾ ഇരുട്ടാവാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ വണ്ടി എടുത്ത് കുറച്ച് മുന്നോട്ട് പോയി ഒരു കടയുടെ ഫ്രണ്ടിൽ ഒരു ടിബറ്റിയൻ രീതിയിലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. നമ്മുടെ ഈ ടിബറ്റിയൻ ഫ്ലാഗുകൾ, അതുപോലെ ടിബറ്റിയൻ്റെ കുറച്ച് ഇങ്ങനെ കറങ്ങുന്ന മറ്റേ പ്രെയർ വീല്, പിന്നെ റൊട്ടേറ്റിംഗ് വീല്, ഇതൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിൻ്റെ സൈഡിൽ ഒരു പ്രായമുള്ള മനുഷ്യനാണ്. പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഞങ്ങൾക്ക് ടെൻ്റ് അടിച്ച് കിടക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കിടന്നോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നമ്മൾ അന്ന് നൈറ്റ് ടെൻ്റ് അടിച്ച് പുള്ളിയുടെ കിടന്നപ്പോഴത്തേക്ക് നല്ല ആകാശത്തിൻ്റെ നല്ല വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നല്ല സ്റ്റാറുകളും ഭയങ്കര രസമായിരുന്നു. അത് ഒരു എക്സൈറ്റ്മെൻറ്റ്. നമുക്ക് ആ സ്ഥലത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ മേഘങ്ങൾ വളരെ കുറവായതുകൊണ്ട് നമ്മൾ സ്കൈ വ്യൂ നല്ല വൃത്തിക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ചെന്ന് അതൊക്കെ കാണുന്നു. നമ്മൾ പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് ഇറങ്ങുന്നു. നമ്മൾ ലേയിൽ പോകുന്ന വഴിയൊക്കെ സ്ഥലങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ലേയിൽ ചെല്ലുന്നു. ലേയിൽ നമ്മൾ വൈകുന്നേരത്തോടുകൂടി ലേയിൽ ചെല്ലുന്നു. ലേ സിറ്റി തന്നെ ഈ കോർപ്പറേഷൻ്റെ കുറച്ച് ഏരിയ ഉണ്ട്, ഒരു പാർക്ക് പോലത്തെ. നമ്മളവിടെ ടെൻ്റ് അടിക്കുന്നു. നമ്മൾ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ വിമലിന് അവിടെ എന്തോ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലിനുവും കൂടെ എൻ്റെ ബൈക്കിൽ ഞങ്ങൾ ടെൻ്റൊക്കെ അടിച്ച് സാധനമൊക്കെ മാറ്റിയിട്ട് എന്നാൽ അവിടെ നൈറ്റ് റെഫ്യൂജി ക്യാമ്പ്, അവിടെ ഒരു ടിബറ്റിയൻ റെഫ്യൂജി ക്യാമ്പ് എന്ന് പറഞ്ഞ് ഒരു റെഫ്യൂജി ക്യാമ്പുണ്ട്. അന്നത്തെ സമയത്ത് ആൾക്കാർ വന്നു. അവർ ഇന്ത്യൻ പൗരന്മാരല്ല, പക്ഷേ അവർ റെഫ്യൂജികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തി ഒരു മാർക്കറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു. അവിടുന്ന് പിറ്റേന്ന് രാവിലെ നമ്മൾ കർദുങ്കിലേക്ക് പോകാൻ വേണ്ടി, അപ്പം വലിയ ഡ്രീമാണ് കർദുങ്കല എന്ന് പറഞ്ഞ സംഭവത്തിലോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ കർദുങ്കല അന്ന് ഞാൻ പോകുന്ന സമയത്ത് കർദുങ്കല ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ റോഡാണ്, ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡിലുള്ള മോട്ടറബിൾ റോഡ്. ഇപ്പം ഉംലിംഗില പോലുള്ള 1-2 സ്ഥലങ്ങളും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കർദുങ്കല കയറാൻ തുടങ്ങിയപ്പം എൻ്റെ കൂടെ മറ്റേ വിമലും ലിനുവും ഒക്കെ ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ അവരവരുടെ വണ്ടിയിൽ, ഞാൻ എൻ്റെ ബൈക്കിലായിട്ട് ഞങ്ങൾ പതുക്കെ പോകുന്നു. മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ആദ്യമായിട്ട് അന്ന് അത് പോകുന്ന വഴിയിൽ വേറൊരു കാര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്നോഫോൾ ഞാൻ കണ്ട്. ലൈറ്റായിട്ടുള്ള സ്നോഫോളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അതിലും വലുത് കണ്ടെങ്കിലും പക്ഷേ അന്ന് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ഞാൻ സ്നോഫോൾ കാണുക.
സ്നോയൊക്കെ കാണുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ പെതുക്കെ വണ്ടി ഓടിച്ച് പോകുന്നു. അപ്പോൾ കുറേ റൈഡേഴ്സ്, അവിടെ ഒരുപാട് റൈഡേഴ്സ് വരുന്ന സ്ഥലമല്ലേ ലഡാക്ക്, ആ സ്ഥലങ്ങളൊക്കെ. അപ്പം നമ്മൾ റൈഡേഴ്സിനെയൊക്കെ പരിചയപ്പെടുന്നു. കേരളത്തിൽ നിന്നുള്ളവരെ വേറെ 1-2 പേരെ കാറിൽ, ഒരു മലപ്പുറത്തുനിന്നൊരു കാറിൽ ഒരു ഇരട്ടിയേക്കകത്ത് 6 പേര് വന്ന് അവരെ പരിചയപ്പെട്ടു. അവരോട് സംസാരിച്ച് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. നമ്മളിപ്പോൾ ഇതൊക്കെ കർദുങ്കല ചെല്ലുന്നു. കർദുങ്കല കാണുന്നു. ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അവിടെ ഭയങ്കര തിരക്ക്, ഭയങ്കര സന്തോഷം. എൻ്റെ ഒരു 6-7 വർഷത്തെ ഡ്രീമാണ് കർദുങ്കല പോകണം, ലഡാക്ക് കാണണമെന്നൊക്കെ ഉള്ളത്. അപ്പം അത് അച്ചീവ് ചെയ്തതിൻ്റെ ഒരു ഭയങ്കര വലിയ സന്തോഷം. വിമൽ ലിനു അവിടെ വരെ ഉള്ളൂ എന്ന് പറയുന്നു. അവർ തിരിച്ചു പോവുകയാണ്. അവർ താഴോട്ട് നുബ്ര വാലി, തുർത്തുക്ക് സൈഡിലോട്ടൊന്നും വരുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ അവർ തിരിച്ചു പോയിരുന്നു. ഞാനവിടെ കുറേ നേരം അവിടെ നിന്ന് ഈ സന്തോഷത്തിൻ്റെ പേര് കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരിങ്ങ് ഇറങ്ങി പോരുകയും ചെയ്തു. ഒരു 5-6-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ അതേ നേരം അവിടെ സ്പെൻഡ് ചെയ്തെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഒരു സന്തോഷം കൊണ്ട് അവിടെ നിന്ന് പോയി കുറച്ച് നേരം. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുക, ഭയങ്കരമായിട്ട് ബ്ലഡ് വരുന്നു. അപ്പോൾ തല ചുറ്റുന്നു. അപ്പോൾ ഞാനവിടെ സൈഡിൽ നിർത്തി അവിടെ ഇറങ്ങി ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഒരു എവിടുന്നോ UP നിന്നോ കണ്ടു വന്ന ഒരു ടീമാണ്. അവർ ഒരു കാറിലുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് മറ്റേ ചെറിയ സിലിണ്ടർ ഓക്സിജൻ അവരുടെ കയ്യിലുണ്ട്. അപ്പം അവരെൻ്റെ മൂക്കിൽ കൊണ്ടുവച്ച് ഇങ്ങനെ അടിച്ചു തരുന്നു. അപ്പോൾ കുറച്ച് ബ്രീത്ത് ചെയ്തപ്പോൾ എനിക്ക് അങ്ങ് ഓക്കെ ആയി, നോർമലായി. പക്ഷേ ബ്ലീഡിങ് നിൽക്കുന്നില്ല. ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും മൂക്കിൽ നിന്ന്. ചെറിയ ഡ്രോപ്പായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളപ്പോൾ അവരെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കാണിച്ചൊരു ഇത് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നി. കാര്യം എന്നെ ഒരു പരിചയമില്ല, അവരുടെ പേരൊന്നും എനിക്ക് അറിയത്തുപോലുമില്ല. അവർ എവിടുന്നാണെന്ന് എനിക്കറിയത്തില്ല, അവർക്കും എന്നെ അറിയത്തില്ല. അവരെൻ്റെ പേര് പോലും ചോദിച്ചതുമില്ല. ഓക്സിജൻ സിലിണ്ടർ അവരായിരുന്നു, അവരെ തന്നിട്ട് പോയി. അത് ബ്രീത്ത് ചെയ്തു. താഴെ വരുന്നു. ഞാൻ താഴെ വന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഓക്കെ ആയി. അപ്പോൾ ആദ്യം നമ്മൾ നുബ്ര വാലി പോകാനുള്ള വഴിയാണ് കണ്ടത്. അപ്പോൾ നുബ്ര വാലിയിലോട്ട് നമ്മൾ പോന്നു. നുബ്ര വാലിയിൽ ഞാനന്ന് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ 5 മണിയൊക്കെ സമയത്തായപ്പോഴത്തേക്ക് നുബ്ര വാലി ചെല്ലുന്നു. നുബ്ര വാലിയിൽ പെട്രോൾ പമ്പുണ്ട്. നമ്മൾ ആ സൈഡിലൊക്കെ എന്ന് പറയുമ്പോൾ എവിടെ പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്ത് വെക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുമ്പം പെട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, എവിടെ പെട്രോൾ പമ്പ് കിട്ടും എന്നുള്ള ഒരു ഐഡിയയും കാണത്തില്ല നമ്മൾ ആ ഏരിയയിലോട്ടൊക്കെ പോകുമ്പം. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു. ദീക്ഷിത് മൊണാസ്ട്രി എന്ന് പറഞ്ഞൊരു മൊണാസ്ട്രി ഉണ്ട്. അപ്പം ദീക്ഷിത് മൊണാസ്ട്രി നമ്മൾ ചെല്ലുന്നു. ഈ മൊണാസ്ട്രിയിൽ നമ്മൾ പാസ് എടുത്ത് മേളിൽ കയറുന്നു. അവിടെ ചെന്ന് മൊണാസ്ട്രിയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു, തിരിച്ചിറങ്ങുന്നു. അപ്പം നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ലിനുവും വിമലും ഓൾറെഡി നമ്മൾ കർദുങ്കലെ വെച്ച് നമ്മുടെ അടുത്ത് ബൈ പറഞ്ഞു പോയി. അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് നമ്മൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലങ്ങൾ അവിടെയൊക്കെ തപ്പി നടക്കുക. അപ്പോൾ 1-2 സ്പോട്ടുകളൊക്കെ കണ്ടു. പക്ഷേ അത്ര സേഫായിട്ട് തോന്നാത്തതുകൊണ്ട് എനിക്ക് നുബ്ര വാലിയെക്കുറിച്ച് വലുതായിട്ട് അറിയത്തുമില്ലല്ലോ. അപ്പം ഒരു ഐസ്ക്രീം ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇച്ചിരി ഷീറ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തണുപ്പായതുകൊണ്ട് നമുക്ക് ഇച്ചിരി എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഈ ഒരു ചേട്ടൻ അവിടെ നിൽക്കുന്നു. ആ ചേട്ടൻ്റെ വൈഫും കൂടാണ് ഈ ഒരു കഫേ പോലത്തെ സെറ്റപ്പ്. ഐസ്ക്രീം ഉണ്ട്, പിന്നെ ബർഗറുണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. ബർഗേഴ്സ്, പിന്നെ സാൻഡ്വിച്ച്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു ഷോപ്പ്, ചെറിയ കഫേ പോലത്തെ. അപ്പം ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ടെൻ്റ് അടിക്കാൻ വേണ്ടി ആ ഇതിൻ്റെ ഫ്രണ്ടിൽ സ്ഥലം ചോദിക്കുന്നു. അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ടെൻ്റ് അടിച്ചു. ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു ബർഗറും എന്തോ ജ്യൂസോ എന്തോ മേടിച്ചു. അവിടെ നിന്ന് കഴിക്കുന്നു. ഒരു 8:30 ആയപ്പം ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഈ ചേട്ടൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എൻ്റെ വീട്ടിലോട്ട് വരുന്നു, അവിടെ ഒരു റൂമുണ്ട് ഒഴിഞ്ഞ് കിടക്കുക. അപ്പം ഞാനിങ്ങനെ എനിക്ക് ആദ്യം അങ്ങോട്ട് കിട്ടിയില്ല. നമ്മൾ ഈ പറഞ്ഞ ബൈക്കിലും കൂടെ അല്ലേ. എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞ എൻ്റെ പൈസ ഇല്ല, ഞാനങ്ങനെ റൂം എടുക്കാറില്ല, ടെൻ്റ് അടിച്ചാൽ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അല്ല എനിക്ക് പൈസയൊന്നും വേണ്ട, നിങ്ങൾ വരൂ, എൻ്റെ ഗസ്റ്റാണ് നിങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്ക് വരാമെന്ന്, എനിക്ക് വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പുള്ളിയുടെ വീട്ടിൽ പോകും. പുള്ളിയുണ്ട്, പുള്ളിയുടെ വൈഫ്, പുള്ളിയുടെ അമ്മ, 2 പിള്ളേർ, കൊച്ചു പിള്ളേരാണ്. അവരൊന്ന് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഇളയാക്കൊരു 4 വയസ്സ്, മൂത്താക്കൊരു 6-7 വയസ്സ്, അതിൽ കൂടുതൽ പ്രായമില്ല, സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവിടെ ചെല്ലുന്നു. അന്നൊരു 8 മണിയൊക്കെ ആയപ്പോൾ അവരുടെ വീട്ടിൽ 8:30 ആയപ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ ചെന്ന് അവർ വൈകുന്നേരം എനിക്ക് അവരുടെ സ്റ്റൈലിൽ ആ പാത്രം എനിക്ക് അവരൊന്ന് കഴിക്കാമെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വെള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിനകത്ത് ഒരു ചോറും പിന്നെ അവരുടെ ഒരു വെജിറ്റബിൾ കറി, ലീഫും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ട് ഒരു കറി, സാമ്പാർ പോലത്തെ ഒരു സാധനമെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ വേറൊരു ടേസ്റ്റാണ്. ഒരു കറി, പിന്നെ ഒരു തൈരിൻ്റെ ഒരു റൈത്ത പോലത്തെ ഒരു ഐറ്റം, ഇതെല്ലാം അവിടെ തന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്നു. അവരുടെ വീടൊക്കെ ഞാൻ മൊത്തത്തിൽ കണ്ടു. വീടെന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെ അടച്ചുപൂട്ടുള്ള വീടുകളല്ല, മൊത്തം കണ്ണാടിയാണ്, ചുറ്റിനും കണ്ണാടി, ഈ പലകൾ, ഒരു തട്ട് തട്ടിയാൽ പൊട്ടി അകത്ത് കയറി എന്ത് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സെറ്റപ്പിലുള്ള വീട്. എന്നിട്ട് രാത്രി ഞാൻ അവിടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പം ഒരു വളരെ വലിയ സൗണ്ട്, ഈ മണി അടിക്കുന്ന ടുന്നും പറഞ്ഞിട്ടൊരു സൗണ്ട് നമ്മളിങ്ങനെ കേട്ടിങ്ങനെ എഴുന്നേറ്റ് വന്ന്, ഞാൻ ഈ സൗണ്ട് കേട്ടപ്പോൾ എഴുന്നേറ്റ് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇവരുടെ ഈ മൊണാസ്ട്രിയിൽ നിന്ന് എന്തോ ഒരു ഗുരു വന്നിട്ട് അവരുടേതായ സ്റ്റൈലിൽ പൂജ നടക്കും ഇവരുടെ വീട്ടിൽ. പുള്ളി എന്നെയും
എന്തു പറയുന്നത് ഇങ്ങനെ ഒരു മണി പോലത്തെ സാധനം. പക്ഷെ മണി അകത്ത് അടിക്കാനൊന്നുമില്ല, ഒരു മണിയുടെ കൂട്ടത്തൊരു സാധനം വെച്ച് എന്നെ അനുഗ്രഹിക്കും, തലയിൽ ഇങ്ങനെ വെച്ച് അനുഗ്രഹിക്കുന്നു. ആ പൂജ ഫുൾ എക്സ്പീരിയൻസ് ചെയ്തു. രാവിലെ അവരുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഒരു കമ്പളെന്ന് പറഞ്ഞൊരു അവരുടെ സ്റ്റൈലിൽ ബന്നൊക്കെ പോലെ ഇരിക്കും, പക്ഷേ ബന്നല്ല, ഒരു ദോശയുടെ സൈസിൽ വരുന്ന ബന്ന് പോലത്തെ ഒരു സാധനം. അതും പിന്നെ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ബട്ടറും. പിന്നെ അവരെനിക്കൊരു ചായ തന്ന്. വളരെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉപ്പിട്ട് ചായ കുടിക്കുന്നത്. വിചിത്രമായിട്ടുള്ളൊരു ചായ ആയിരുന്നു. ഉപ്പിട്ടിട്ട് നല്ല വെള്ളം, പാലധികം കട്ടിയൊന്നും ഉള്ള പാലല്ല, ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ചായ, അതിനകത്ത് ഉപ്പിട്ടിട്ട് ഇവരെനിക്ക് ആ സാധനം. പിന്നെ ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ജാം തരുന്നു. പിന്നെ പച്ച നല്ല പറിച്ചുകൊണ്ട് വന്ന ഫ്രഷ് ക്യാരറ്റ്, ഇവരുടെ വീട്ടിൽ തന്നെ ലെറ്റൂസൊക്കെ വെച്ചിട്ട്, ഈ ക്യാരറ്റും ലെറ്റൂസും ഒക്കെ ഇതിനകത്ത് വെച്ചിട്ട്, ഈ കമ്പളിനകത്ത് വെച്ചിട്ട് അത് തരുന്നു. ഒരു ബർഗർ കൈൻഡ് അല്ലെ സാൻഡ്വിച്ച് കൈൻഡ് അതുപോലെ തരുന്നു. അത് കഴിക്കുന്നു. എന്നിട്ട് ഇവരെനിക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണവും കൂടെ പാക്ക് ചെയ്ത് തന്നു. അവിടെ നേരെ ഞാൻ പോകുന്നത് പിന്നെ പാങ്കോങ് ലേക്കിലേക്കാണ്. അപ്പോൾ ഈ നുബ്ര വാലിയിൽ നെറ്റ്വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മുന്നോട്ടുള്ള വഴി എന്തുവാ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആക്ച്വലി പോകുന്ന വഴിയിൽ എൻ്റെ കയ്യിലെ ക്യാഷ് തീർന്നു പോയി, പെട്രോൾ അടിച്ച്. ഞാൻ ആലോചിക്കുന്ന ഗൂഗിൾ പേ ഉണ്ടല്ലോ, അല്ലെ കാർഡ് എടുക്കുമല്ലോ എന്നാലോചിക്കുന്നു. ഒരു 10-25 മണിക്കൂർ പൈസ ഇല്ല എന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. കാര്യം ഗൂഗിൾ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, പക്ഷേ നമുക്ക് ക്യാഷ് എടുത്ത് ഞാൻ കൈ വെക്കാം. എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ മണ്ടത്തരമാണ്. ക്യാഷ് എടുത്ത് ഞാൻ കൈ വെച്ചിരിക്കണം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ക്യാഷ് കൈ കരുതണം. എൻ്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ പാങ്കോങ്ങിലേക്ക് ചെല്ലുന്നു. പാങ്കോങ്ങിലേക്കിൽ ടെൻ്റ് അടിക്കാൻ നോക്കിയപ്പം ഒരു സ്ഥലം കിട്ടി. ടെൻ്റ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പുള്ളി പഞ്ചാബി എന്നുള്ളതാണ്. പുള്ളിക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ടെൻ്റ് അടിക്കണ്ട. എന്നെ അതിന് മുമ്പേ പുള്ളി പരിചയപ്പെട്ടിരുന്നു ഈ വരുന്ന വഴിയിൽ. അപ്പം എന്നോട് പറഞ്ഞു ടെൻ്റ് അടിക്കണ്ട, പാങ്കോങ്ങിലേക്ക് അവർ റൂം എടുത്തിട്ടുണ്ട്, അപ്പം ആ റൂം ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അവരെന്നെ വിളിച്ച്, അവരാണ് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തത്, ഞാനല്ല. അപ്പോൾ അവരെനിക്ക് ആ റൂം എനിക്ക് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി തന്നു. ഞാൻ അവിടെ നിന്നു. ഈ വരുന്ന വഴിക്ക് വേറൊരു ഇതുണ്ടായെന്ന് വെച്ചാൽ, നുബ്ര വാലിയിൽ നിന്ന് എൻ്റെ ജീവിതത്തിലായിട്ട് ഞാൻ ഓപ്പൺ ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. വയറ് ഭയങ്കര പ്രശ്നമായിട്ട്. കാര്യം ഒരു മനുഷ്യനില്ല, നമ്മൾ കിലോമീറ്ററോളം വണ്ടി ഓടിച്ചാലും ഒരു പമ്പില്ല, കടകളില്ല, ഒന്നുമില്ല. ഭയങ്കര വിജനമായിട്ടുള്ള സ്ഥലമാണ്. നമ്മളവിടെ ഒരു വട്ടം ഓപ്പൺ ടോയ്ലറ്റ് ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഞാൻ യൂസ് ചെയ്യേണ്ടി വന്നു. കാര്യം വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെ ഓപ്പൺ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നു. അവിടുന്ന് പാങ്കോങ്ങിലേക്കൊക്കെ പിറ്റേന്ന് രാവിലെ നല്ലോണം എക്സ്പ്ലോർ ചെയ്തു. നല്ല ബ്ലൂ കളറിലെ വെള്ളവും. ആ പാങ്കോങ് ലേക്കിൽ വേറൊരു സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാങ്കോങ് ലേക്കിനകത്ത് വണ്ടി ഇറക്കി. ഇവർ ഈ 3 Idiots സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ മറ്റേ വണ്ടി അവിടെ ഇറക്കി വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ചേതക്ക്, മറ്റേ കരീനയുടെയൊക്കെ ആ ഫോട്ടോ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ബൈക്ക് അതിനകത്ത് ഇറക്കി ഈ പാങ്കോങ് ലേക്കിനകത്ത് ഇറക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ ലോക്കൽസ് ഒന്ന് തടഞ്ഞ് ഇവർ പ്രശ്നം ഉണ്ടാക്കി. നിന്നെ അടിക്കും അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് തിരിച്ചിങ്ങി ഇറങ്ങി. അവിടുന്ന് കറുവിൽ വരുന്നു. കറുവിൽ വരുമ്പത്തേക്ക് ഞാൻ മലപ്പുറത്തു നിന്നുള്ള ഒരു 5-6 പേര് ബൈക്കിൽ, അവർ 12 പേര് 6 ബൈക്കിലായിട്ട് വന്നതാണ്. അവർ ഭയങ്കര ഗ്രൂപ്പായിട്ട്. അപ്പം അവരെ പരിചയപ്പെടുന്നു. അവരവിടെ റൂം എടുത്തു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമ്മൾ അവിടെ ഒരു പെട്രോൾ പമ്പ് കണ്ടെത്തുന്നു. ഈ പെട്രോൾ പമ്പിൻ്റെ ഓണറിൻ്റെ മോൻ വളരെ എൻ്റെ അത്രയും തന്നെ ഏജുള്ളൊരു വലിയ പ്രായമൊന്നുമില്ല, അതൊരു 10-25 വയസ്സുള്ള ഒരാളാണ്. പുള്ളിക്കാരനായിട്ട് കമ്പനിയാവുന്നു. പുള്ളിക്കാരൻ എനിക്ക് അവിടെ കുറച്ച് സ്പേസ് തരുന്നു ടെൻ്റ് അടിക്കാൻ. ഞാൻ അവിടെ ടെൻ്റ് അടിച്ച് പുള്ളിയുടെ കൂടെ അന്ന് നൈറ്റ് അവരുടെ കൂടെ ഒക്കെ നിന്ന് എൻജോയ് ചെയ്ത് പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ 6 പേര് ബൈക്കിൽ വന്നില്ലേ മലപ്പുറത്തുനിന്ന്, അവരെ കാണാൻ വേണ്ടി പോകുന്നു. കാര്യം അവരുടെ കൂടെ ജോയിൻ ചെയ്ത് മണാലിക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പം അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇവരുടെ ഈ 6 ബൈക്കിൽ ഒരു ബൈക്ക് അന്ന് മോഷണം പോയി രാത്രി. പിന്നെ ഈ ബൈക്കും തപ്പി അവിടെ ഒരു ദിവസം നിന്നു. പിറ്റേന്ന് പിന്നെ വണ്ടി പോലീസ് സ്റ്റേഷനിലൊക്കെ ഇതായി കംപ്ലയിൻറ്റ് കൊടുത്ത് അവരവിടെ നിൽക്കണമെന്ന് പറഞ്ഞു ഒരാഴ്ചയും കണ്ട്. പിന്നെ ഞാൻ അവരുമായിട്ട് അവിടുന്ന് പിരിയേണ്ടി വന്നു. ഞാൻ അവിടുന്ന് പിരിഞ്ഞ് പിന്നെ ഞാൻ നേരെ മണാലിയിട്ടുള്ള റോഡെടുത്തു. നമ്മളിപ്പോൾ ഇതൊക്കെ 360 കിലോമീറ്റർ 400 കിലോമീറ്ററോളം ഉണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നമ്മൾ നേരെ മണാലിയിലേക്ക് വരികയാണ്.